നമസ്കാരം, എവർക്കും ബി സി പഠിസിലേക്ക് സ്വാഗതം. സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയുമായി ബന്ധപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ. ഇത് നമ്മൾ നോക്കുന്നത് ഉപഭോക്തൃ മൂല്യം, ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ്, ക്ലോസ്ഡ് ലൂപ്പ് മാനേജ്മെൻറ്റ്, ഉപഭോക്തൃ ഇക്വിറ്റി എന്നിവയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഉപഭോക്തൃ മൂല്യം അഥവാ കസ്റ്റമർ വാല്യൂ. ഒരു ഉപഭോക്താവിന് ഒരു ഉൽപ്പന്നമോ സേവനമോ ആവശ്യമുള്ളതാണ് എന്ന ധാരണ അറിയപ്പെടുന്നതാണ് ഉപഭോക്തൃ മൂല്യം. ഒരു ഉപഭോക്താവിന് ഒരു ഉൽപ്പന്നമോ സേവനമോ ആവശ്യമുള്ളതാണ് എന്ന ധാരണ അറിയപ്പെടുന്നതാണ് ഉപഭോക്തൃ മൂല്യം. CRM മുഖേന ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് CRM മുഖേനയാണ്. ഉപഭോക്തൃ മൂല്യത്തിൻ്റെ ധാരണ രൂപപ്പെടുന്ന ഘടകങ്ങളാണ് ഉൽപ്പന്ന ഗുണനിലവാരം, സേവന നിലവാരം, വില, ഇമേജ് തുടങ്ങിയവ. ഉപഭോക്തൃ മൂല്യത്തിൻ്റെ ധാരണ രൂപപ്പെടുന്ന ഘടകങ്ങൾ ഉൽപ്പന്ന ഗുണനിലവാരം, സേവന നിലവാരം, വില, ഇമേജ് തുടങ്ങിയവ. അപ്പോൾ ഉപഭോക്തൃ മൂല്യം എന്നാൽ ഒരു ഉപഭോക്താവിന് ഒരു ഉൽപ്പന്നമോ സേവനമോ ആവശ്യമുള്ളതാണ് എന്ന ധാരണയാണ് ഉപഭോക്തൃ മൂല്യം എന്നറിയപ്പെടുന്നത്. ഈ മൂല്യത്തിൻ്റെ ധാരണ രൂപപ്പെടുന്ന ഘടകങ്ങളാണ് ഉൽപ്പന്ന ഗുണനിലവാരം, സേവന നിലവാരം, വില, ഇമേജ് തുടങ്ങിയവ. ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കുന്നത് CRM മുഖേനയാണ്. CRM എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഉപഭോക്തൃ മൂല്യത്തിൻ്റെ വളർച്ചാ മെട്രിക്സിൽ അടങ്ങിയിരിക്കുന്ന 4 കോമ്പിനേഷൻസ് ആണ് നോക്കുന്നത്. വളർച്ചാ മെട്രിക്സിൽ അടങ്ങിയിരിക്കുന്ന 4 കോമ്പിനേഷൻസ്. ഒന്ന്, നിലവിലുള്ള ഉപഭോക്താക്കൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ. നിലവിലുള്ള ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ. അടുത്ത, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ. ഒന്നുകൂടി നോക്കാം. നിലവിലുള്ള ഉപഭോക്താക്കൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, നിലവിലുള്ള ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ. വളർച്ചയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള കോമ്പിനേഷനാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. ഫസ്റ്റ് കോമ്പിനേഷൻ എന്തായിരുന്നു? നിലവിലുള്ള ഉപഭോക്താക്കൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ. വളർച്ചയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളതാണ് നിലവിലുള്ള ഉപഭോക്താക്കളും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ കോമ്പിനേഷൻ. അടുത്ത, ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് മികച്ച സേവനം ലഭിക്കുമെന്ന് ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും അതുവഴി വളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ കോമ്പിനേഷൻ. അതായത് നിലവിലുള്ള ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ. രണ്ടാമത്തെ കോമ്പിനേഷൻ ആയിരുന്നു നിലവിലുള്ള ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ. ഇതിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് മികച്ച സേവനം ലഭിക്കുമെന്ന് ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും അതുവഴി വളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നിലവിലുള്ള ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ എന്നത്. എന്നാൽ ഫസ്റ്റ് കോമ്പിനേഷനായ നിലവിലുള്ള ഉപഭോക്താക്കൾ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ എന്നതിൽ വളർച്ചയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള വേറൊരു കോമ്പിനേഷനായിരുന്നു ഫസ്റ്റ് കോമ്പിനേഷൻ. തേർഡ് കോമ്പിനേഷനാണ് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ. അതുപ്രകാരം പരമ്പരാഗത എതിരാളികളിൽ നിന്നും കൂടുതൽ ഓഹരികൾ പിടിച്ചെടുക്കുകയും വിപണി വിപുലീകരിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ കോമ്പിനേഷൻ. അതായത് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ. നാലാമത്തെ കോമ്പിനേഷൻ പുതിയ ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ. വിപണിയിലെ വൈവിധ്യവൽക്കരണം വഴി വളർച്ച നേടുന്നതാണ് ഈ നാലാമത്തെ കോമ്പിനേഷൻ. വൈവിധ്യവൽക്കരണം വഴി വളർച്ച നേടുക. ഒന്നുകൂടി നോക്കാം. മൂന്നാമത്തെ കോമ്പിനേഷൻ ആയിരുന്നു നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ, പുതിയ ഉപഭോക്താക്കൾ. അതുപ്രകാരം പരമ്പരാഗത എതിരാളികളിൽ നിന്നും കൂടുതൽ ഓഹരികൾ പിടിച്ചെടുക്കുകയും വിപണി വിപുലീകരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ കോമ്പിനേഷൻ ആയിരുന്നു പുതിയ ഉപഭോക്താക്കൾ, പുതിയ ഉൽപ്പന്നങ്ങൾ. വിപണിയിലെ വൈവിധ്യവൽക്കരണം വഴി വളർച്ച നേടുന്നതാണ് ഈ നാലാമത്തെ കോമ്പിനേഷൻ. ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമാണ് ഉപഭോക്താക്കളെ നിലനിർത്തുക എന്നത്. ഒരു കമ്പനിയെ ഉപഭോക്താക്കൾക്ക് ശുപാർശ ചെയ്യുന്നത് മറ്റു ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്താൻ സഹായിക്കുകയും അത് കമ്പനിയുടെ മാർക്കറ്റിങ്ങിൽ ശാശ്വതമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഏതൊരു സ്ഥാപനത്തിനും ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയിലെ ഏറ്റവും വ്യക്തമായ ഘട്ടം അതിൻ്റെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഉപഭോക്താക്കളെ നിലനിർത്തുക എന്നത്. അതുപോലെ ഒരു കമ്പനിയെ ഉപഭോക്താക്കൾക്ക് ശുപാർശ ചെയ്യുന്നത് മറ്റു ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്താൻ സഹായിക്കുകയും അത് കമ്പനിയുടെ മാർക്കറ്റിങ്ങിൽ ശാശ്വതമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഏതൊരു സ്ഥാപനത്തിനും ഉപഭോക്തൃ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയിലെ ഏറ്റവും വ്യക്തമായ ഘട്ടം അതിൻ്റെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ്.
കസ്റ്റമർ വാല്യൂ കണക്കാക്കുന്നത് ഉപഭോക്തൃ ആനുകൂല്യങ്ങളിൽ നിന്നും മൊത്ത ഉപഭോക്തൃ ചെലവ് കുറച്ചുകൊണ്ടാണ്. കസ്റ്റമർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉപഭോക്തൃ ആനുകൂല്യങ്ങളിൽ നിന്നും മൊത്ത ഉപഭോക്തൃ ചെലവ് കുറച്ചുകൊണ്ടാണ്. ഒരു ഉപഭോക്താവിൻ്റെ ആജീവനാന്ത ആകെ തുകയാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നാൽ ഒരു ഉപഭോക്താവിൻ്റെ ആജീവനാന്ത വാങ്ങലുകളുടെ ആകെ തുകയാണ്. അടുത്തത് കസ്റ്റമർ ബേസ്. കമ്പനികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയ്ക്ക് സഹായിക്കാൻ സാധ്യതയുള്ള ഉപഭോക്താക്കളാണ് കസ്റ്റമർ ബേസ് എന്നറിയപ്പെടുന്നത്. വളർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കാൻ സാധ്യതയുള്ള ഉപഭോക്താക്കൾ അറിയപ്പെടുന്നതാണ് കസ്റ്റമർ ബേസ്. കമ്പനിയുടെ പണവും സമയവും ഊർജ്ജ ചെലവും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ഉപഭോക്തൃ ചെലവിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞു കസ്റ്റമർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉപഭോക്തൃ ആനുകൂല്യങ്ങളിൽ നിന്ന് മൊത്തം ഉപഭോക്തൃ ചെലവ് കുറച്ചിട്ടാണെന്ന്. മൊത്തം ഉപഭോക്തൃ ചെലവ് എന്ന് പറയുന്നത് കമ്പനിയുടെ പണവും സമയവും ഊർജ്ജ ചെലവും എല്ലാം കൂടെ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. ഒന്നുകൂടി നോക്കാം. ഒരു ഉപഭോക്താവിൻ്റെ ആജീവനാന്ത വാങ്ങലുകളുടെ ആകെ തുകയാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയ്ക്ക് സഹായിക്കാൻ സാധ്യതയുള്ള ഉപഭോക്താക്കൾ അറിയപ്പെടുന്നതാണ് കസ്റ്റമർ ബേസ്. കമ്പനിയുടെ പണവും സമയവും ഊർജ്ജ ചെലവും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്ത ഉപഭോക്തൃ ചെലവിലാണ്. ഒരു ഉപഭോക്താവിൻ്റെ പ്രതീക്ഷയും ഉപഭോക്താവിൻ്റെ ധാരണയും തമ്മിലുള്ള താരതമ്യത്തിൻ്റെ ഫലമാണ് ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്നത്. എന്താണ്? ഉപഭോക്താവിൻ്റെ പ്രതീക്ഷയും ഉപഭോക്താവിൻ്റെ ധാരണയും തമ്മിലുള്ള താരതമ്യത്തിൻ്റെ ഫലമാണ് ഉപഭോക്തൃ സംതൃപ്തി. അതായത് ഉപഭോക്താവ് പ്രതീക്ഷയിൽ ഒത്തു വന്നോ ഉപഭോക്താവിന് ലഭിച്ച വസ്തു, അതാണ് ശരിക്കും ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ് അഥവാ കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ് CPM. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് CRM ആയിരുന്നു, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM. ഇത് ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ്. ഏറ്റവും ലാഭകരമായ ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്ന, കുറഞ്ഞ ലാഭമുള്ള ഉപഭോക്താക്കളെ കൂടുതൽ ലാഭകരമാക്കുന്ന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സമീപനമാണ് ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലാഭകരമായ ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്ന, കുറഞ്ഞ ലാഭമുള്ള ഉപഭോക്താക്കളെ കൂടുതൽ ലാഭകരമാക്കുന്ന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സമീപനമാണ് ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ്. CPM സംവിധാനത്തിൻ്റെ വിജയത്തിൻ്റെ നിർണായകമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് സമയം, സാമ്പത്തിക വിഭവങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയവയാണ്. സമയം, സാമ്പത്തിക വിഭവങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയവയാണ് CPM സംവിധാനത്തിലെ വിജയത്തിന് നിർണായകമായ ഘടകങ്ങൾ. ടാർഗറ്റ് ചെയ്ത ഉപഭോക്തൃ വിഭാഗങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാനായി ഉപയോഗിക്കുന്നതാണ് ലോയൽറ്റി പ്രോഗ്രാമുകൾ. ലോയൽറ്റി പ്രോഗ്രാമുകൾ വഴിയാണ് ടാർഗറ്റ് ചെയ്ത ഉപഭോക്തൃ വിഭാഗങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന റിസൾട്ട് കാണാൻ CPMന് സാധിക്കുന്നത്. എന്നോട് നോക്കാം. ഏറ്റവും ലാഭകരമായ ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്ന, കുറഞ്ഞ ലാഭമുള്ള ഉപഭോക്താക്കളെ കൂടുതൽ ലാഭകരമാക്കുന്ന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സമീപനമാണ് ഉപഭോക്തൃ ലാഭ മാനേജ്മെൻറ്റ്. CPM സംവിധാനത്തിൻ്റെ വിജയത്തിന് നിർണായകമായ ഘടകങ്ങളാണ് സമയം, സാമ്പത്തിക വിഭവങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയവ. ടാർഗറ്റ് ചെയ്ത ഉപഭോക്തൃ വിഭാഗങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാനായിട്ട് ഉപഭോക്തൃ മാനേജ്മെൻറ്റ് രൂപീകരിക്കുന്നതാണ് ലോയൽറ്റി പ്രോഗ്രാമുകൾ. ഉപഭോക്തൃ ലോയൽറ്റി പ്രോഗ്രാമുകൾക്കായി രൂപകൽപ്പന ചെയ്ത വിവിധ ഘട്ടങ്ങളാണ് അടുത്ത നോക്കുന്നത്. ലോയൽറ്റി പ്രോഗ്രാമുകൾക്കായി രൂപകൽപ്പന ചെയ്ത വിവിധ ഘട്ടങ്ങൾ: സാഹചര്യ വിശകലനം, ഗ്യാപ്പ് അനാലിസിസ്, പ്രൊജക്റ്റഡ് വരുമാനം, പ്രോഗ്രാം ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ലോയൽറ്റി പ്രോഗ്രാം കെട്ടിപ്പടുക്കൽ, ROI മോഡൽ, ടെസ്റ്റിംഗ്. ഉപഭോക്തൃ ലോയൽറ്റി പ്രോഗ്രാമുകൾക്കായി രൂപകൽപ്പന ചെയ്ത വിവിധ ഘട്ടങ്ങൾ ഏതാണ്? സാഹചര്യ വിശകലനം, ഗ്യാപ്പ് അനാലിസിസ്, പ്രൊജക്റ്റഡ് വരുമാനം, പ്രോഗ്രാം ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ലോയൽറ്റി പ്രോഗ്രാം കെട്ടിപ്പടുക്കൽ, ROI മോഡൽ, ടെസ്റ്റിംഗ്. ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകുന്നതിനും ഉപഭോക്തൃ വ്യതിയാനങ്ങൾ, നിരക്കുകൾ എന്നിവ കുറയ്ക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകുന്നതിനും ഉപഭോക്തൃ വ്യതിയാനങ്ങൾ, നിരക്കുകൾ എന്നിവ കുറയ്ക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ്ങിൻ്റെ സ്ഥാപകൻ ഗോർഡൻ ലിനോഫ്. ഡേറ്റ മൈനിങ്ങിൻ്റെ സ്ഥാപകനാണ് ഗോർഡൻ ലിനോഫ്.
ഡേറ്റാ മൈനിങ് എന്താണ്? ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകുന്നതിനും ഉപഭോക്തൃ വ്യതിയാനങ്ങൾ, നിരക്കുകൾ എന്നിവ കുറയ്ക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഡേറ്റാ മൈനിങ് എന്ന് പറയുന്നത്. ഡേറ്റാ മൈനിങ്ങിൻ്റെ സ്ഥാപകൻ ഗോർഡൻ ലിനോഫ്. മൊത്ത ഉപഭോക്തൃ ആനുകൂല്യത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് അടുത്ത പറയുന്നത്. ഉൽപ്പന്ന ആനുകൂല്യങ്ങൾ, സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ, ഇമേജിൻ്റെ ആനുകൂല്യങ്ങൾ. ഇത് പോയിൻറ്റ്സ് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് എല്ലാവരും നോക്കണം. ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ പോയിൻറ്റ്സ് പറഞ്ഞിരിക്കുന്ന എല്ലാം വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സ് നോക്കിയിട്ട് തന്നെ പോകാവുള്ളൂ. അപ്പോൾ മൊത്ത ഉപഭോക്തൃ ആനുകൂല്യത്തിൽ ഉൾപ്പെടുന്നവ ഉൽപ്പന്ന ആനുകൂല്യങ്ങൾ, സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ, ഇമേജിൻ്റെ ആനുകൂല്യങ്ങൾ എന്നിവയാണ്. നെക്സ്റ്റ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ്. ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കാഴ്ചകളും ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വിപണന ടീമുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരുതരം മാർക്കറ്റിംഗ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 360 ഡിഗ്രി മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കാഴ്ചകളും ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വിപണന ടീമുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 360 ഡിഗ്രി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിങ്ങിന് 4 ഘട്ടങ്ങളാണുള്ളത്. 1. ഉപഭോക്താക്കളെ തിരിച്ചറിയുക. 2. ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ അന്വേഷിച്ചറിയുക. 3. ഉപഭോക്തൃ ഡേറ്റാബേസ് ഉണ്ടാക്കുക. 4. ഉപഭോക്താക്കളുമായുള്ള ബന്ധം നിലനിർത്തുക. ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിൻ്റെ 4 ഘട്ടങ്ങൾ. ഫസ്റ്റ് നമ്മൾ ഉപഭോക്താക്കളെ തിരിച്ചറിയണം. അടുത്തായിട്ട് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ അന്വേഷിച്ചറിയണം. മൂന്നാമത്തത് ഉപഭോക്തൃ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. 4 ഉപഭോക്താക്കളുമായുള്ള ബന്ധം നിലനിർത്തണം. സാധ്യതയുള്ള ഉപഭോക്താക്കളെ ചുറ്റിപ്പറ്റിയുള്ള സമ്പർക്കത്തിന് എല്ലാ പോയിന്റുകളിലേക്കും എത്തുന്ന സമഗ്രമായ മാർക്കറ്റിംഗ് തന്ത്രമാണ് 360 ഡിഗ്രി മാർക്കറ്റിംഗ് എന്നത്. സാധ്യതയുള്ള ഉപഭോക്താക്കളെ ചുറ്റിപ്പറ്റിയുള്ള സമ്പർക്കത്തിന് എല്ലാ പോയിന്റുകളിലേക്കും എത്തുന്ന സമഗ്രമായ മാർക്കറ്റിംഗ് തന്ത്രമാണ് 360 ഡിഗ്രി മാർക്കറ്റിംഗ്. 360 മാർക്കറ്റിംഗ് ആശയം ഉപഭോക്താവിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ടച്ച് പോയിന്റുകളിലും സമഗ്രമായി കാണുന്നു, അവർ എവിടെയായിരുന്നാലും എന്ന് പറഞ്ഞത് എറിക് ഗ്രെയ്നറാണ്. 360 ഡിഗ്രി മാർക്കറ്റിംഗ് ആശയം ഉപഭോക്താവിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ടച്ച് പോയിന്റുകളും സമഗ്രമായി കാണുന്നു, അവർ എവിടെയായിരുന്നാലും. അത് പറഞ്ഞത് എറിക് ഗ്രെയ്നർ. നെക്സ്റ്റ് ഉപഭോക്തൃ ഇക്വിറ്റി. കമ്പനിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ഉപഭോക്തൃ ഇക്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കമ്പനിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ഉപഭോക്തൃ ഇക്വിറ്റി. കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത് മൂല്യ ഇക്വിറ്റി കൊണ്ടാണ്. കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത് മൂല്യ ഇക്വിറ്റി കൊണ്ടാണ്. ബ്രാൻഡിൻ്റെ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട്. ബ്രാൻഡിൻ്റെ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട്. ബ്രാൻഡിന് തുല്യമായ ഉൽപ്പന്നത്തേക്കാൾ ഉയർന്ന വില ലഭിക്കുമ്പോഴും ബ്രാൻഡിന് ഒപ്പം നിൽക്കാനുള്ള പ്രവണതയാണ് റിലേഷൻഷിപ്പ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബ്രാൻഡിന് തുല്യമായ ഉൽപ്പന്നത്തേക്കാൾ ഉയർന്ന വില ലഭിക്കുമ്പോഴും ബ്രാൻഡിന് ഒപ്പം നിൽക്കാനുള്ള പ്രവണതയാണ് റിലേഷൻഷിപ്പ് ഇക്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ഉപഭോക്തൃ ഇക്വിറ്റി എന്നാൽ കമ്പനിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെത്തുകയാണ്. മൂല്യ ഇക്വിറ്റി എന്നാൽ കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത് മൂല്യ ഇക്വിറ്റി കൊണ്ടാണ്. ബ്രാൻഡ് ഇക്വിറ്റി എന്നാൽ ബ്രാൻഡിൻ്റെ മൂല്യം ഉപഭോക്താവ് അളക്കുന്നത്. റിലേഷൻഷിപ്പ് ഇക്വിറ്റി എന്നാൽ ബ്രാൻഡിന് തുല്യമായ ഉൽപ്പന്നത്തേക്കാൾ ഉയർന്ന വില ലഭിക്കുമ്പോഴും ബ്രാൻഡിനൊപ്പം നിൽക്കാനുള്ള പ്രവണതയാണ് റിലേഷൻഷിപ്പ് ഇക്വിറ്റി. ബ്രാൻഡ് അല്ലെങ്കിൽ ഉൽപ്പന്നം അന്തിമ ഉപഭോക്താക്കളും ഉപയോഗിക്കുന്ന അവസരങ്ങളും അറിയപ്പെടുന്നതാണ് കസ്റ്റമർ ടച്ച് പോയിൻ്റ് എന്ന്. കസ്റ്റമർ ടച്ച് പോയിൻ്റ് എന്നാൽ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഉൽപ്പന്നം അന്തിമ ഉപഭോക്താക്കളും ഉപയോഗിക്കുന്ന അവസരങ്ങൾ തുടങ്ങിയവ അറിയപ്പെടുന്നതാണ് കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സ്. വ്യക്തിഗത ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സന്ദേശങ്ങളും ഉൽപ്പന്ന ഓഫറുകളും സേവനങ്ങളും ഇഷ്ടാനുസൃതമാക്കുന്നതിനുള്ള ഉൾക്കാഴ്ച നൽകുന്നത് കസ്റ്റമർ അനലിറ്റിക്സ് ആണ്. വ്യക്തിഗത ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സന്ദേശങ്ങളും ഉൽപ്പന്ന ഓഫറുകളും സേവനങ്ങളും ഇഷ്ടാനുസൃതമാക്കുന്നതിനുള്ള ഉൾക്കാഴ്ച നൽകുന്നത് കസ്റ്റമർ അനലിറ്റിക്സ് ആണ്. ലഭ്യമായ നിരവധി ആശയവിനിമയ ചാനലുകളിലൂടെ ഉപഭോക്തൃ പ്രതികരണവും
ഫീഡ്ബാക്കും കൈകാര്യം ചെയ്യുന്ന കലയാണ് കസ്റ്റമർ റെസ്പോൺസ് മാനേജ്മെൻറ്റ്. കസ്റ്റമർ റെസ്പോൺസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലഭ്യമായ നിരവധി ആശയവിനിമയ മാർഗങ്ങളിലൂടെ ഉപഭോക്താവിൻ്റെ പ്രതികരണങ്ങളും ഫീഡ്ബാക്കും കൈകാര്യം ചെയ്യുന്നതിനുള്ള കലയാണ് കസ്റ്റമർ റെസ്പോൺസ് മാനേജ്മെൻറ്റ്. അതുപോലെ വ്യക്തിഗത ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സന്ദേശങ്ങളും ഉൽപ്പന്നങ്ങളും ഓഫറുകളും സേവനങ്ങളും അവരുടെ ഇഷ്ടത്തിന് നൽകുന്നതിനുള്ള ഉൾക്കാഴ്ച നൽകുന്നതാണ് കസ്റ്റമർ അനലിറ്റിക്സ്. താങ്ക് യു.